ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലവ ചെയ്യാതെ ആരും നല്ലവരാകില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ് ഞാൻ നല്ലവനാണ്, നല്ലവളാണ് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കണം, പറയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു സഹോദരൻ കൂടെ പറയാറുള്ള ഒരു കാര്യം ഞാനും കേട്ടിട്ടുണ്ട്. നമുക്കൊക്കെ എന്ത് നന്മയപ്പാ, നമ്മളൊക്കെ വെറും പാപികളായ മനുഷ്യര്, നമുക്ക് എന്താണ് വലിപ്പമായിട്ട് പറയാനുള്ളതൊന്നുമില്ല. അങ്ങനെ പറയുന്ന വ്യക്തി ഒരുപക്ഷെ ചില തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അങ്ങനെ പറയുന്നവരുണ്ടാകാം, ആന്തരിക മുറിവേറ്റ് അങ്ങനെ പറയുന്നവരുണ്ടാകാം, ശരിക്കും തങ്ങളെ തന്നെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ അങ്ങനെ പറയുന്നവരുണ്ടാകാം. എന്തായാലും നമ്മൾ വിലയില്ലാത്തവരാണെന്ന് മറ്റുള്ളവർ അത് പറയുന്നത് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. വിലയുള്ളവരാകണമെങ്കിൽ മനുഷ്യരുടെ വാക്കുകളിൽ ഒരു വിലയുണ്ടായാൽ പോരാ, മനുഷ്യരുടെ കണ്ണുകളിൽ ഒരു വില നമുക്കുണ്ടായാൽ പോരാ. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ കണ്ണുകളിൽ നമുക്ക് വിലയുണ്ടാകണം. ഇനി അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളെ വിലയുള്ളവരായി ദൈവം കാണാനും, ദൈവം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ആ രീതിയിൽ കാണാതിരിക്കില്ല. നമ്മൾ കാണുന്നുണ്ട് 2 തീമോത്തി 4-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു കാലത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ ആരും എന്നെ അംഗീകരിച്ചില്ല, ആരും എനിക്ക് വില കൽപ്പിച്ചില്ല. ഇനി അവര് എൻ്റെ ആശയത്തെ എതിർത്തേ ഉള്ളൂ, പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ലവയാണ് നമ്മൾ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നതെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടാവും. അവിടെ പറഞ്ഞ് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അന്ന് എന്നെ എതിർത്തവരെല്ലാം എന്നെ അംഗീകരിച്ചു, എന്നെ മനസ്സിലാക്കി, എനിക്ക് അവരുടെയും പ്രശംസ കിട്ടി. പക്ഷെ അതിനു മുമ്പ് ദൈവം പ്രശംസിക്കുമാറ് നിലകൊണ്ടത് കൊണ്ടാണ് പിന്നീട് മനുഷ്യരുടെയും അംഗീകാരം പൗലോസിന് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആ ഒരു അധ്യായത്തിന്റെ ആശയം തന്നെ. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ, വിലയുള്ളവരാകാൻ വിലയുള്ളവ ചെയ്യണം. ഏതൊക്കെയാണ് ദൈവം വിലയുള്ളവയെന്ന് എടുത്തു കാണിച്ചിരിക്കുന്നത്? ആ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം ലഭിച്ചാൽ, ആ കാര്യങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം ലഭിച്ചാൽ നമ്മൾ വിലയുള്ളവരായി മാറും. നമ്മുടെ കുടുംബം കർത്താവിന്റെ കണ്ണുകളിൽ വിലയുള്ളതായി മാറും. ഇതില്ലാതെ കോടികൾ മുടക്കി ഒരു കൊട്ടാരം നമ്മൾ പണിത് വെച്ചെന്ന് പറഞ്ഞാലും, ഒരുപാട് മനുഷ്യ പ്രശംസ നമ്മൾ ഏറ്റെടുക്കുന്നവരാണെങ്കിലും ഈ വില ദൈവം കൽപ്പിക്കണമെന്നില്ല. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ മുമ്പിൽ നീ പരിപൂർണനാണെങ്കിലും ദൈവം നൽകുന്ന ജ്ഞാനം നിനക്കില്ലെങ്കിൽ നീ ഒന്നുമല്ല. ദൈവം നൽകുന്ന ജ്ഞാനം അത് ഏറ്റെടുത്ത വ്യക്തിക്കാണ് വിലയുള്ളത്, അതല്ലെങ്കിൽ വിലയില്ലാത്തൊരു വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് കുറച്ച് സ്ഥാനവും മാനവും വിലയും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നോക്കി പോയാൽ പോരാ. ദൈവത്തിന്റെ കണ്ണുകളിൽ നമ്മൾ ആരാണ്, ദൈവം നമുക്ക് നൽകുന്ന വില എന്താണ്, അത് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ വെളിച്ചത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മനസ്സ് വെച്ചാൽ ആർക്കും നല്ലവരാകാൻ പറ്റും. അതിന് ദൈവം നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ മനസ്സായാൽ മതി. പ്രഭാഷകൻ 15:15 മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ പറ്റും. പ്രഭാഷകൻ 6:32 വായിച്ചാലോ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയായി മാറാൻ പറ്റും. ഇതിനെല്ലാം ആവശ്യം ഞാനൊന്ന് മനസ്സ് വെക്കുക എന്നുള്ളതാണ്. ഞാനൊന്ന് ആഴമായിട്ട് ആഗ്രഹിച്ച് അതിനായിട്ട് അധ്വാനിക്കുക എന്നുള്ളതാണ്. അതിന് തയ്യാറാകുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിറവേറുമെന്ന്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കൊടിയ പാപികളുടെ മുമ്പിലുമുള്ള ചില സാധ്യത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഇന്ന് ചില വ്യക്തികളെ കാണാൻ സാധിക്കും, പണ്ടെങ്ങാണ്ട് സംഭവിച്ച ചില കാര്യങ്ങൾ, പാപകരമായ കാര്യങ്ങളായിരിക്കാം, അതിന്നും പറഞ്ഞ് അവര് നിരാശപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഇരിക്കുന്ന വ്യക്തികൾ എനിക്കറിയാം. ചിലര് വേണേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അബോർഷൻ നടത്തിയതാ. ഇപ്പോഴും അവരുടെ മനസ്സിലിരിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകില്ല, ഞാൻ ശിക്ഷിക്കപ്പെടും. അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒരു 3 തരക്കാരെ വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ തരക്കാരാണ് ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണാവസ്ഥയിൽ ജീവിക്കുന്നവർ. ചില അങ്ങനെയാണ്, വലിയ അളിഞ്ഞു പൊളിഞ്ഞ പാപങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോന്നുമില്ല, എന്നാൽ തീഷ്ണമതികളായിട്ട് അവർ മാറിയിട്ടുണ്ടോ അതുമില്ല. ഒരു ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണാവസ്ഥ. വെളിപാട് 3-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് അത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. കാരണം ആ അവസ്ഥയിൽ കഴിയുന്നവരെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. ദൈവത്തിന്റെ ഹൃദയത്തിൽ അവർക്ക് ഒരു സ്ഥാനമുണ്ടാകില്ലെന്ന്, ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും എന്നാണ് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ടൊരു ഗണത്തെ കാണാൻ സാധിക്കും. അവരാണ്
വലിയ സ്ഥാനത്തിരുന്നിട്ട് ഇന്നാണ്ട് തറയിലേക്ക് വെട്ടി വീഴ്ത്തപ്പെട്ടതുപോലെ അധപതിച്ച അവസ്ഥയിൽ കഴിയുന്നവര്. ഒരു കാലത്ത് വലിയ പ്രാർത്ഥന, ആത്മീയത, ഉന്നതമായ സ്ഥാനങ്ങള് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് ഇന്ന് അധപതിച്ച വ്യക്തികളെ കാണാൻ പറ്റും. അതിന് ഒറ്റക്കാര്യം ചെയ്താൽ മതി, അഹങ്കരിച്ചാൽ മതി. എത്ര കഴിവുള്ളവനും അഹങ്കരിച്ചാൽ അധപതിക്കും. അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം. യെശയ്യാ 14:12 മുതൽ വായിക്കുമ്പോൾ, ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രം ലൂസിഫറിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീ ആകാശത്തായിരുന്ന നീ എങ്ങനെ തറയിലേക്ക് വെട്ടി വീഴ്ത്തപ്പെട്ടു? പിന്നീട് അതിന്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അഹങ്കാരം മൂലമാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്. അതുകൊണ്ട് നമ്മള് ഉന്നത സ്ഥാനീയരാണെങ്കിലും നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം, അഹങ്കാരത്തിലേക്ക് വീഴാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ചാൽ താഴ്ത്തപ്പെടും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാ 14:11, 18:14 രണ്ട് വചനങ്ങൾ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അതാണ് ഈ പ്രഭാത നക്ഷത്രം ലൂസിഫറിന് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ തന്നെ താഴ്ത്തുന്നവരോ ദൈവത്താൽ ഉയർത്തപ്പെടും. മൂന്നാമതൊരു ഗണത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് കൊടിയ പാപികളായിരുന്നവര്, പക്ഷെ അവര് അനുദപിച്ചു വിശുദ്ധരായി മാറി. എത്രയോ ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും, വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് കൊടിയ പാപികളെങ്കിലും ഇന്നവര് വിശുദ്ധരുടെ ഗണത്തിൽ പെടുന്നവരാണ്. ലൂക്കാ 22:54 മുതൽ വായിക്കുമ്പോൾ, പത്രോസ് അപ്പസ്തലന്മാരുടെ തലവനാണ്, ഗുരുവിനെ തള്ളി പറഞ്ഞവനാണ്. എന്നിട്ട് ആ മനുഷ്യൻ സ്വർഗത്തിൽ പോയില്ലേ? പോയി. കാരണം അവൻ മനംനൊന്ത് കരഞ്ഞു, അനുദപിച്ചു, അവന്റെ പാപം ക്ഷമിക്കപ്പെടുകയും ചെയ്തു. സഭയെ പീഡിപ്പിച്ചിരുന്നവനാണ് സാവൂള്. നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തല പ്രവർത്തനം 8-ാം അധ്യായം ഈ ഒരു കാര്യം പഠിപ്പിക്കുന്നു. 9-ാം അധ്യായത്തില് അവനൊരു ദൈവികമായിട്ടുള്ള ഇടപെടൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. സാവൂൾ മാറി, പൗലോസായി മാറി. പിന്നീട് നമ്മൾ കാണുന്നു തീഷ്ണമതിയായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് രക്തസാക്ഷിത്വം പോലും ഏറ്റെടുക്കാൻ സന്നദ്ധനായ ഒരു വ്യക്തിയാണ് പൗലോസ് ലീഗ. മഗ്ദലന മറിയം ഒരു കാലത്ത് 7 അശുദ്ധാത്മാക്കളെ അവളിൽ നിന്ന് ഒഴിപ്പിച്ചതാണ്. അവൾ വിശുദ്ധിയായി. ഉദ്ധാനം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. ഈജിപ്തിലെ വിശുദ്ധ മറിയം ഒരു കാലത്ത് പാപത്തിൽ ആവേശത്തോടെ മുഴുകിയ വ്യക്തിയാണ്. അവൾക്ക് അനുതാപമുണ്ടായി കഴിഞ്ഞപ്പോൾ ശേഷിച്ച ജീവിതം ഈജിപ്തിലെ മരുഭൂമിയിൽ വിവസ്ത്രയായിട്ട് അവള് ത്യാഗമെടുത്ത് ജീവിച്ച വ്യക്തിയാണ്. വസ്ത്രം ധരിച്ച് മരുഭൂമിയിൽ നിന്നാലത്തെ അവസ്ഥ നമുക്കറിയാം. കൊട പിടിച്ചോണ്ട് നിന്നാലും നമുക്കറിയാം വെയിലടിക്കുമ്പോഴത്തെ അവസ്ഥ. പക്ഷെ ഇവള് വിവസ്ത്രയായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ച സുഖത്തിന് എൻ്റെ ശരീരത്തിൽ എനിക്ക് പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞാണ് ആ ഒരു കാര്യത്തിലേക്ക് പോയത്. പിന്നെ നല്ലവ ചെയ്യുന്നവരാണ് നല്ലവരാകുക. ഏതൊക്കെയാണ് നല്ലവ? മിക്കായുടെ പുസ്തകം 6:8 വായിച്ചാൽ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 1, നീതി പ്രവർത്തിക്കുക. നീതി, ഒരു വിധത്തിലുമുള്ള അനീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളിവിടരുത്. 2-ാമത്തെ കാര്യമാണ് കരുണ കാണിക്കുക. കരുണയില്ലാതെ മറ്റുള്ളവരെ വിധിക്കുന്നവർക്ക് കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. യാക്കോബ് 2:13 നമ്മൾ വായിക്കുന്നതാണ്. 3-ാമത്തെ കാര്യമാണ് ദൈവസന്നിധിയിൽ വിനീതനാവുക. അതേക്കുറിച്ച് നമ്മൾ കണ്ടു. നമ്മൾ എളിമപ്പെട്ടാൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുയർത്തും. ഈ ഒരു സന്ദേശം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.